പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ കുട്ടികൾ, ഇന്ന് നമ്മൾ അരക്കൊല്ല പരീക്ഷ പാഠഭാഗങ്ങളിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ജബ് ഹം ധീരെ ചലത്തെ ഹെ എന്നുള്ള ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഈ പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. പാഠത്തിൻ്റെ പേരൊന്നുകൂടെ, ജബ് ഹം ധീരെ ചലത്തെ ഹെ. ജബ് ഹം ധീരെ ചലത്തെ ഹെ എന്നുള്ളതിൻ്റെ അർത്ഥം, ഈ ശീർഷകിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പതുക്കെ നടക്കുമ്പോൾ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ ശീർഷകിൻ്റെ അർത്ഥം, അഥവാ ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഈ പാഠം മറ്റു പാഠങ്ങളിൽ നിന്ന് ഈ പാഠത്തിന് അല്പം വ്യത്യാസമുണ്ട്. ആ പാഠത്തിൻ്റെ രചന നമ്മൾ യാത്രാ വിവരം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷകളിൽ ഒരു പാഠം ആരെഴുതി, അത് എന്ത് തരം രചനാ വിഭാഗത്തിൽപ്പെടുന്നു എന്നൊക്കെ ചോദ്യങ്ങൾ പതിവായിട്ട് വരാറുണ്ട്. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് എലൻ ഷാ എന്ന് പറയുന്ന ബീഹാറിൽ, നമ്മുടെ രാജ്യത്തെ ബീഹാർ എന്ന സ്റ്റേറ്റിൽ ജനിച്ച, ഇപ്പോൾ അദ്ദേഹം ജർമ്മനിയിൽ ബെർലിനിൽ താമസിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഈ പാഠം എഴുതിയിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ വളരെ രസകരമായ സംഭവങ്ങളിലൂടെയാണ് ഈ പാഠം കടന്നു പോകുന്നത്. പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാൻ അധികം നമുക്ക് ആമുഖമൊന്നും വേണം. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അനവധി ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ ചിത്രങ്ങളൊക്കെ നമ്മുടെ എഴുത്തുകാരൻ വരച്ചതായിട്ടാണ് ഈ പാഠത്തിൽ പറയുന്നത്. എല്ലാം മനോഹരമാണ്. ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഒരു കഴുതയുടെ ചിത്രമാണ്. ആ കഴുത ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഫിയോക്ക എന്നാണ് ആ കഴുതയുടെ പേര്. ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. मैं हमेशा की तरह मेट्रो में स्केचिंग करता घर लौट रहा. എഴുത്തുകാരൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഈ യാത്രാ വിവരണം, അതായത് യാത്രാ വിവരണം എന്നുള്ള ഈ പാഠത്തിൻ്റെ പേര് ജബ് ഹം ധീരെ ചലത്തെ ഹെ എന്നാണ്. ഇത് യാത്രാ വിവരണം എന്ന വിഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നത് പെടുന്നത്. അതിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരിക്കൽ ഒരു മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പതിവായി ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ ക്യാൻവാസിൽ എന്തോ വരച്ചുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് തബി ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും അദ്ദേഹത്തിൻ്റെ കാം ദേഹത്തിലേക്ക് അദ്ദേഹം ചെയ്യുന്നത് എന്താണ് എന്ന് നോക്കുകയും ചെയ്തു. അവളുടെ പേര് പറഞ്ഞ് നമ്മുടെ എഴുത്തുകാരനോട് സ്വയം പരിചയപ്പെടുത്തി. അവൾ പറഞ്ഞു, എൻ്റെ പേര് ലുവാന എന്നാണ്. ഉസേ കാം ഇത്തന ദിൽചസ്പ് ലഗാ കി ഉസ്നെ അപ്നാ വിസിറ്റിംഗ് കാർഡ് മുझे ദിയാ. അപ്പോൾ ഈ നമ്മുടെ എലൻ ഷായുടെ ചിത്രരചന കണ്ടിട്ട് അവൾക്ക് വളരെ ദിൽചസ്പ്, ഇഷ്ടമായി. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവളുടെ കയ്യിൽ നിന്ന് അവളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. അത് പറഞ്ഞു, നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ എന്ത് ചെയ്യണം, കാണാൻ സാധിക്കുമെങ്കിൽ കാണണമെന്ന്. कुछ दिनों के बाद वो अपने दोस्त മാനുവൽ के साथ मुझे मिलने को आई. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ലുവാന അവളുടെ ഫ്രണ്ടായിട്ടുള്ള മാനുവലിൻ്റെ കൂടെ നമ്മുടെ ചിത്രകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരനെ കാണാനായിട്ട് ചെന്നു. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എഴുത്തുകാരനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാനൊരു ഡാൻസറാണ് ബേസിക്കലി. അദ്ദേഹം, എൻ്റെ കൂടെയുള്ള മാനുവലും ഒരു കലാകാരനാണ്. ഞങ്ങൾ ഒരു കലാകാരന്മാരുടെ ഒരു സംസ്ഥ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഇങ്ങനെയാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കലാ തിയേറ്ററോ എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. ഇറ്റലിക്ക് ഫ്രീവലി ഇലാക്കോമേ ചലത്താ ഫിർത്ത തിയേറ്റർ ശുരു കർണാ ചാഹത്തി. അങ്ങനെ ഒരു സംഗതി, അങ്ങനെ ഒരു സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയിട്ടില്ല, അങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. അത് ഇറ്റലിയിലെ ഫ്രീവലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഞങ്ങളിങ്ങനെ ഒരു സംസ്ഥ തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനായിട്ട് പോകും. इसमें ചിത്രകാർ, സംഗീതക്കാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ, വിവിധ തരത്തിലുള്ള ആൾക്കാരൊക്കെ അതിൽ അംഗങ്ങളാണ്. അപ്പോൾ നിങ്ങളോടിപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഒരു ടീമുമായി ഞങ്ങൾ എന്താ പറയുക, ഒരു യാത്ര പോവുകയാണ്.
അപ്പോൾ ആ യാത്രയിലുടനീളം ഞങ്ങൾ പല പല നഗരങ്ങളിലൂടെ പോകും. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ പെർഫോമൻസ് നടത്തും. അതിൻ്റെ ചിത്രങ്ങളും നിങ്ങൾ വരച്ചിട്ട് ഒരു ആൽബമാക്കി മാറ്റും. ഇതാണ് നിങ്ങൾക്കുള്ള പ്രോജക്റ്റ്. താങ്കൾക്ക് താല്പര്യമുണ്ടോ? അന്ന് ആ മെട്രോ റെയിൽവേ നിങ്ങൾ ചിത്രം വരയ്ക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നത്. ഇതിലൂടെ നമ്മുടെ ആര് പറഞ്ഞു, ഈ ലുവാന മാനുവലിനോടൊപ്പം നമുക്ക് പറഞ്ഞു. ലുവാന खुद इस ग्रुप की एक बेहतरीन डांसर है. उन्होंने मुझे इस यात्रा को चित्र में दर्ज कराने का न्योता दिया. मेरे पास हाँ के अलावा कोई जवाब न था. ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറയില്ലേ, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഇത്രയും ഒരു കാര്യം, നല്ലൊരു കാര്യം ആരാവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ ലുവാന ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ യെസ് എന്ന് പറയാതെ ഒരു ഉത്തരവും ആരുടെ വായിൽ വന്നില്ല. നമ്മുടെ എഴുതാനായിട്ടുള്ള എലൻഷയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇസ് പ്രോജക്റ്റ് കാ മക്സദ് സ്ലോ ട്രാവൽ കാ അനുഭവം ലേനാത്ത. ഈ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സ്ലോ ട്രാവൽ, പതുക്കെ യാത്ര ചെയ്തിട്ട് അതിൻ്റെ ആ സുഖം ആസ്വദിക്കുക എന്നുള്ളതാണ്. മധ്യകാൽ के लोग गधे पर सामान बांधकर एक से दूसरे जगह ले जाते थे. വളരെ പണ്ട് മധ്യകാലഘട്ടത്തിൽ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇതുപോലെയുള്ള വഴികളിൽ കൂടെ കഴുതയുടെ പുറത്ത് സാധനങ്ങൾ കെട്ടിവെച്ചിട്ട് പണ്ട് കാലത്ത് ആൾക്കാർ യാത്ര ചെയ്യുമായിരുന്നു. അതേപോലെയുള്ള യാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കച്ചവടത്തിനല്ല മാത്രം, മറിച്ച് പ്രോഗ്രാമുകൾ, പെർഫോമൻസുകൾ നടത്തിയിട്ടാണ് ഞങ്ങളുടെ യാത്ര. അതിൽ അനവധി കലാകാരന്മാരുണ്ട്. കലാകാരന്മാർ അവരുടേതായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കും. നമ്മളിങ്ങനെ നടന്നുകൊണ്ട് മുന്നോട്ടങ്ങ് പോകും. ഓരോ ഷഹർ കടന്ന് പോകും. हमारा रूट भी एक ऐसी ही मध्यकालीन रास्ता था. अलग अलग शहरों से होकर गुजरता था. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം. हमारे साथ ഫിയാക്കോ നാം കാ एक गधा था. ഞങ്ങളുടെ കൂടെ ഒരു ഫിയാക്ക എന്ന് പറയുന്ന ഒരു കഴുത, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കാണാൻ. അപ്പോൾ അതിൽ ഫിയോക്കയുടെ ചിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. हम उसके पीछे पीछे चल रहे थे. ഫിയാക്കോ കാ മാലിക് എലിയ ബി സാത്ത. അപ്പോൾ ഈ ഫിയോക്കയെ നിയന്ത്രിക്കാനായിട്ട് അതിൻ്റെ മാലിക് അഥവാ അതിൻ്റെ ഓണറായിട്ടുള്ള എലിയ എന്ന് പറയുന്ന ആൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തബ് തൈ ഹുവാ കി ജഹാൻ ജഹാൻ ഫിയാക്കോ രുക്കേഗ ഹം ബി വഹാം രുക് ജായേംഗെ. അപ്പോൾ ഈ ഫിയോക്ക എവിടെയൊക്കെ നിൽക്കുമോ അവിടെ ഞങ്ങൾ നിൽക്കും. ഫിയോക്ക പോകുന്നതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് നമ്മുടെ എഴുത്തുകാരൻ ഈ യാത്രാ വിവരണത്തിൽ എഴുതിയിരിക്കുക. നമുക്കറിയാം, സാഹിത്യലോകത്ത് കഥയും കവിതയും നോവലും മറ്റൊക്കെ ഇഷ്ടംപോലെ നാടകമൊക്കെ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള യാത്രാ വിവരണങ്ങൾ വന്നത്. കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ അത്തരത്തിലുള്ളൊരു യാത്രാ വിവരണമുണ്ട്. അതാരാണ് അത് എഴുതിയെന്ന് ചോദിച്ചാൽ കണ്ടെത്തുക. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഹം കഹി പോഹഞ്ചിലേക്ക് ജൽദി നഹി. അപ്പോൾ എവിടേക്കെങ്കിലും പോയി ധൃതി കൂട്ടിയിട്ട് അവിടെ എത്താനൊന്നും ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഹം രാസ്തേ മേ കഹി ബി രുക്കർ നാച്ചനെ ഗാനെ ബജാനെ ലത്തെ. ഞങ്ങൾ എവിടെയെങ്കിലും ചില സ്ഥലങ്ങളിൽ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുക. എന്നിട്ട് അവിടെ നൃത്തമോ പാട്ടോ ഏതെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കുക. ജിസ് ഷെഹർ ഷാംകോ പെർഫോം കർത്തെ വഹീ രാത്രി സാർ. ഏതെങ്കിലും പട്ടണത്തിൽ പെർഫോമൻസ് നടത്തിയിട്ട് അന്ന് രാത്രി അവിടെ തന്നെ തങ്ങുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. മേ ഇൻ സബ്കോ കാഗസ് പർ ബുക്കേർ താരത്ത. ഇതിൽ അർത്ഥങ്ങൾ പഠിക്കണം. ഹിന്ദിയിൽ എപ്പോഴും നിർബന്ധമാണ്. അതിൻ്റെ ശബ്ദഘോഷം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ മതത്തിലെ എന്ന് പറയുന്നൊരു ഭാഗം കാണാം. അതിലെ അർത്ഥങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഈ പാഠഭാഗം വായിക്കാനായിട്ട്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ആദ്യ ഭാഗത്ത് തന്നെ ആരുമായിട്ട് തമ്മിൽ കാണുന്നതിനും കണ്ട് നമ്മുടെ ലുവാനയും നമ്മുടെ എഴുത്തുകാരനായിട്ട് എലൻഷയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ ഒരു വാർത്താലാപിന് സാധിക്കും. അന്നത്തെ അനുഭവത്തെക്കുറിച്ച്, അവരെ കണ്ടതിനെക്കുറിച്ച് ചിലപ്പോൾ ആര് ലുവാനയോ അല്ലെങ്കിൽ നമ്മുടെ എഴുത്തുകാരനായിട്ട് എലൻഷായോ എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറി ഒക്കെ നമുക്ക് ഈ പാഠഭാഗത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ലുവാനയുടെ ചരിത്രവിശേഷത പ്രതീക്ഷിക്കാം. ഈവൻ നമ്മുടെ ഫിയോക്കയുടെ ചരിത്രവിശേഷത വരെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെടുക. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടുകൾ നമുക്ക് എന്താ പറയുക പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മടി വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായാലും നിങ്ങൾ ധൈര്യമായിട്ട് പറയുക. നമ്മളതിനെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് ശ്രമിക്കും.
അടുത്ത ഭാഗം നോക്കൂ. ഇനി എന്താ ഉണ്ടായേ? അപ്പോൾ ഇവർ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങൾക്കറിയാം, ഇറ്റലി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാലങ്ങൾക്കുള്ള സ്ഥലമാണ്. അവിടെ അധികവും നദികളാണ്. ആ നദികളോട് ഒരു പ്രത്യേക സ്നേഹം അവർക്കുണ്ട്. നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള നദികളൊക്കെ ഉണ്ട്. നദികളെ നമ്മൾ അമ്മമാരായിട്ട് നദി, ഇപ്പോൾ ഗംഗാമയ്യ, യമുന മയ്യ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലും വിളിക്കുക. പക്ഷേ എന്നാലും ഈ നദികളുടെയൊക്കെ അവസ്ഥ എല്ലായിടത്തും ഒരുപോലെയാണ്. കാരണം വളരെയധികം മലിനീകരണം ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ മലിനീകരണത്തിൻ്റെ ഹിന്ദി വാക്ക് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രദൂഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. നദീ പ്രദൂഷൺ, ജലപ്രദൂഷൺ, മിട്ടി പ്രദൂഷൺ, അതുപോലെ തന്നെ വായു പ്രദൂഷണമൊക്കെ വളരെ പ്രധാനപ്പെട്ട സമസ്യകളാണ്, പ്രശ്നങ്ങളാണ്. ഇവർ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അവിടെയുള്ള ഒരു നദിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി. ദുവാ മാങ്ങന എന്ന് വെച്ചാൽ ഒരു യാത്ര നന്നായിട്ട് അവസാനിക്കാനും നല്ല ഒരു യാത്രയാവാനും ആ നദിയിൽ നിന്ന് അനുഗ്രഹം മേടിക്കാനായിട്ട് നദിയുടെ അടുത്ത് പോയിട്ടൊരു പ്രാർത്ഥനയൊക്കെ അവർ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വരികളും തീരെ ശ്രദ്ധിക്കണം. ജിസ് ഷെഹർ മേ ഷാം കോ പെർഫോം കർത്തെ വഹി രാത്രി സാത്തേ थे मैं इन सबको കാഗസ് പർ ഉക്കേർത്തേ രഹത്ത. ഞാനിപ്പോൾ ഈ ഉള്ള ഓരോ കാര്യങ്ങളും തുടക്കം മുതലുള്ള കാര്യങ്ങൾ കാഗസ് കടലാസിൽ ഉക്കേർത്ത മീൻസ് ഡ്രോ ചെയ്തുകൊണ്ടിരുന്നു, വരച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നത് ശുരുവാത് നദീസെ ദുവാ മാംഗനേസെ പോയി. ഇവരുടെ യാത്ര ഒരു നദിയുടെ അടുത്ത് നിന്നിട്ട് ഒരു പ്രാർത്ഥന നടത്തിയിട്ടായിരുന്നു ഇവരുടെ മുന്നോട്ടുള്ള പോക്ക്. കേദ്രീന എന്ന് പറയുന്ന ഒരു പെർഫോമർ അതിലുണ്ടായിരുന്നു. അവൾ ആ സമയത്ത് നല്ലൊരു സുന്ദർ ഗാനകാരൻ, നല്ലൊരു പാട്ട് പാടി കയ്യോക്കി ആക്കി. ആ പാട്ട് കേട്ടിട്ട് പലരുടെയും കണ്ണുകൾ എന്ത് ചെയ്തു, നിറഞ്ഞു. മുജെ നദീസെ യു ദുവാ മാംഗനെ ബഹുത് അച്ഛാ ലഗ. ഈ നദിയുടെ അടുത്ത് പോയിട്ട് ഈ പ്രാർത്ഥന നടത്തി യാത്ര സുഖമാവാനായിട്ട്, നന്നാവാനായിട്ടുള്ള എന്താ പറയുക പ്രാർത്ഥന ആ നദിയുടെ അടുത്ത് പോയി നടത്തിയപ്പോൾ ആ നദിയിൽ നിന്നൊരു അനുഗ്രഹം കിട്ടാനായിരിക്കാൻ വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. എഴുത്തുകാരന് ഇഷ്ടമായി. കാരണം നമ്മുടെ ഇന്ത്യയിലും അത്തരത്തിലുള്ള രീതിയിലുണ്ട്. എല്ലാ സംസ്കാരങ്ങളൊക്കെ ഉടലെടുത്തത് നദിയുടെ അടുത്താണ്. മിക്കവാറും ഗ്രാമങ്ങളും മറ്റൊക്കെ നദിയുടെ കരയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നദികൾക്ക് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു നല്ല തുടക്കം ആഗ്രഹിച്ചതിൽ ഒരു തെറ്റും പറയാനായിട്ട് കഴിയില്ല. അചാനക് ഫിയാക്കോ ചലത്തെ രുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ നടക്കാനായിട്ട് തുടങ്ങി മുന്നോട്ട്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഫിയോയ്ക്ക് കുടുംബ് ഫിയോക്ക് ഇടയ്ക്ക് വെച്ച് നടത്തം ചെയ്തു, നിർത്തി. ആകെ നദി രാസ്ത പാർ കറങ്ങിയിരുന്നു. ഇനി നദിയും വഴികളും കടന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ ഫിയോക്ക നടക്കണില്ല, നമ്മുടെ കഴുത. ഷായത് ഫിയാക്കോ ഉസ് പാസ് നഹി കർണ ചാത്ത. ഫിയോക്കയ്ക്ക് പെട്ടെന്ന് ഈ നദിയുടെ കുറച്ച് ഭാഗമൊക്കെ ഇനിയും ക്രോസ് ചെയ്യാനുണ്ട്. അതൊക്കെ കടന്ന് മുന്നോട്ട് പോകാൻ അവൾക്ക് ഒരു മടി. കൊച്ചിനെ ആരാം കറിയാം. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ശരി എന്നാൽ കുറച്ച് നേരം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വിശ്രമിച്ച് കളയാം. കൊച്ചിനെ ഫൽക്കായ. അപ്പോൾ കുറച്ച് പേര് എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് അവരുടെ കയ്യിലുള്ള ഭക്ഷണം പ്രത്യേകിച്ചും പഴങ്ങളൊക്കെ എന്ത് ചെയ്തു അവർ കഴിച്ചു. എലിയാനെ ഫിയാക്കൊക്കെ മനാനയ്ക്ക് ബഹുത് കോശിഷ് ചെയ്യും. അപ്പോൾ എലിയ എന്ന് പറയുന്ന ഈ കഴുതയുടെ ഓണർ ഈ പറയുന്ന കഴുതയെ ഒന്ന് അനുനയിപ്പിക്കാൻ മുന്നോട്ട് നടത്താനായിട്ടൊരു ശ്രമം എന്ത് ചെയ്തു, നടത്തി നോക്കി. പക്ഷേ നമുക്ക് അതിലൊരു വലിയൊരു പ്രയോഗമുണ്ട്. വഹ് ടസ് സെ മസ് ന ഹുവ. എന്താ പറയുക, ഒരു ഇഞ്ച് അനങ്ങിയില്ല. ആ ടസ് സെ മസ് ന ഹുവ എന്നുള്ളത് പരിശീലിച്ചൊക്കെ ചോദിക്കും. മുന്നോട്ട് എന്താ പറയുക, പാറ വർഷം മുന്നോട്ട് ഒരു ഇഞ്ച് ഈ പറയുന്ന കഴുത അനങ്ങിയില്ല. ഫർ ഓ ടസ് സെ മസ് ന ഹുവ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പ്രത്യേകത്തോളം. कोई पौने घंटे बाद क्रिस्टीना ने उसे गेहूं की हालिया मिठाई. ഒരു 3/4 മണിക്കൂർ സമയം പറയുമ്പോൾ നമ്മൾ പൗന സവ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൗന എന്ന് പറഞ്ഞാൽ 3/4, സവ എന്ന് വെച്ചാൽ കാലാണ്. ഒരു 3/4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ നമ്മുടെ ക്രിസ്റ്റീന എന്ന് പറയുന്ന ഇതിലുള്ള ഒരു ഗ്രൂപ്പിലൊരു മെമ്പർക്ക് ഒരു ബുദ്ധി തോന്നി. അവൾ പോയിട്ട് തൊട്ടടുത്ത പാടത്തു നിന്ന് ഒരു ഗോതമ്പിൻ്റെ കതിരങ്ങ് പൊട്ടിച്ചിട്ട് നമ്മുടെ കഴുകര മുന്നിൽ കാണിച്ചു. കഴുത മുന്നോട്ട് നടക്കാനായിട്ട് എന്ത് ചെയ്തു, തുടങ്ങി. ആ ട്രിക്ക് ഫലിച്ചു. ഉസേ ദേഖ്തേ ദേഖ്തേ ഫിയാക്കോ സടക് പാർ കർ ഗയാ പർ സബി ഉസ്കെ സാത്ത് നഹി ചലെ. പക്ഷേ എല്ലാവരും ഈ പറയുന്ന കഴുതയോടൊപ്പം നടന്നില്ല. വേ ബാത്തോമേ മെഷ്ഗൂൽത്തെ. കാരണം അവർ അവിടെ ഇരുന്ന് വർത്തമാനത്തിലങ്ങ് മൂழ்കി ഇരിക്കുകയായിരുന്നു. സബ് സാത്തെ ഹുസൈൻ്റെ. എല്ലാവരും വളരെയധികം സന്തോഷത്തിലും രസത്തിലും എന്താ പറയുക എൻജോയ് ചെയ്ത് ജോളി മൂഡിൽ അങ്ങനെ അവർ അവിടെ ഇരുന്നു. ഇതാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്.
അടുത്ത പാർട്ടിന് വേണ്ടി കാത്തിരിക്കുക. ഈ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഒരു വാർത്താലാപിന് സാധ്യതയുണ്ട്, ഒരു ഡയറിക്ക് സാധ്യതയുണ്ട്, മിലൻകരെ എന്ന് പറയുന്ന ചോദ്യത്തിന് സാധ്യതയുണ്ട്. ഇതിൽ ഇവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അട്ടസിസെ മസ്നഹുവ എന്നുള്ള ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതുകൂടാതെ ഇത്തവണ മുതൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ മിലൻകരെ എന്ന് പറഞ്ഞ ചോദ്യം അത് ഇച്ചിരി ഡിഫറെൻ്റായിട്ട് വന്നിരുന്നു. നേരെ മാച്ച് ചെയ്യാണ്ട് അത് കാക്ക ഖ എന്നൊക്കെ പറഞ്ഞ് തന്നിരുന്നില്ലേ, ഒരു കാക്കായാണ് ശരി, കാക്കായാണ് ശരി, അല്ലെങ്കിൽ കായും ഈയാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾക്ക് അതൊരു ആശയക്കുഴപ്പമുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളും പിന്നെ സർവനാമം കണ്ടെത്തുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കാത്തിരിപ്പുണ്ട്. ആർക്കൊക്കെയാണ് ആ ചോദ്യങ്ങൾ വേണ്ടത്?